അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. സൂറത്ത് ഹജ്ജിലെ 23-24 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു യുഹല്ലൗന ഫീഹാ മിൻ അസാവിർ മിൻ ദഹബിൻ വലുഅ്ലുആ വലിബാസുഹും ഫീഹാ ഹരീർ വഹുദൂ ഇലത്ത്-ത്വയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്. കഴിഞ്ഞ ആയത്തിൽ കാഫിരീങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന വമ്പിച്ച ശിക്ഷകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ്, അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആയത്തിലെ പരാമർശം. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, നിശ്ചയമായും അള്ളാഹു വിശ്വസിക്കുകയും അമലുസ്സാലിഹാത്തുകൾ എടുക്കുകയും ചെയ്യുന്നവരെ പ്രവേശിപ്പിക്കുന്നതാണ് ജന്നാത്തിൻ, തോട്ടങ്ങളിൽ. തജ്രീ മിൻ തഹ്തിഹ, ആ തോട്ടങ്ങളുടെ അടിയിലൂടെ ഒഴുകുന്നുണ്ട് അൽ അൻഹാറു, പുഴകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എല്ലാവരും വലിയ അനുഗ്രഹമായി കരുതുന്ന പല കാര്യങ്ങളെയും സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങളായി എടുത്തു പറയുന്നുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നത്. സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവരെ ചേർക്കും. ആ തോട്ടങ്ങളുടെ പ്രത്യേകത, അതിനടിയിലൂടെ അതിൻ്റെ മരങ്ങളുടെയും കോട്ടകളുടെയും അടിയുടെയൊക്കെ പുഴകളൊഴുകുമെന്നാണ്. ഒരു പുഴ എന്നല്ല പ്രയോഗം, പുഴകളൊഴുകും. അപ്പോൾ വ്യത്യസ്തമായ പുഴകളുണ്ട് സ്വർഗത്തിൽ, വ്യത്യസ്തമായ പുഴകളുണ്ട്. തേനിൻ്റെ അരുവിയുണ്ട്, പാലിൻ്റെ അരുവിയുണ്ട് എന്നൊക്കെ വ്യത്യസ്തമായ ആയത്തുകൾ നമുക്ക് കാണാം. അപ്പം അങ്ങനെ പുഴകളൊഴുകുന്ന അത്തരം തോപ്പുകളാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ്ലുആ, യുഹല്ലൗന ഫീഹാ, അവർക്കതിൽ ധരിപ്പിക്കപ്പെടും, മിൻ അസാവിറ, വളകൾ, മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ, വലുഅ്ലുഅൻ, മുത്തിൻ്റെയും. മുത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ വളകൾ അവർക്ക് അണിയിക്കപ്പെടും. സ്ത്രീകളാണ് പൊതുവെ വളകൾ ധരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഇവിടെ ആണുങ്ങളെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പ്രയോഗം യുഹല്ലൗന, അവർ ധരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞത്. ആണുങ്ങൾക്കാണ് ആ പ്രയോഗം വരാറുള്ളത്. സ്ത്രീകൾ ഉദ്ദേശിച്ചാണെങ്കിൽ വേറെയും അറബി ഭാഷയിൽ ആ ഫിഅലിന്, ആ പ്രയോഗത്തിന് പ്രയോഗങ്ങളുണ്ട്. എന്നാൽ യുഹല്ലൗന എന്ന് പറഞ്ഞതിൽ ആണുങ്ങളെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പ്രയോഗം വന്നിട്ടുള്ളത്. യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ്ലുആ, അവിടെ മുത്തും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും ഒക്കെ വളകൾ അവർക്ക് ധരിപ്പിക്കപ്പെടും എന്നാണ്.
പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം, അവർക്ക് ഈ വളകൾ ധരിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ സ്വർഗത്തിലുള്ള എല്ലാവർക്കും ഇത് ലഭിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഈമാനും അമലു സാലിഹാത്തുള്ള ആളുകൾക്കൊക്കെ ഇത് ലഭിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ അതോടൊപ്പം തന്നെ ഇനി അടുത്ത വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ ലോകത്ത് വെച്ച്, ഈ ദുനിയാവിൽ വെച്ച് പട്ടും അതുപോലെയുള്ള സ്വർണവുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് അവിടെ വെച്ച് തടയപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം സ്വർഗാവകാശികൾക്ക് ബാധകവുമാണ്. നാളെ സ്വർഗത്തിൽ വെച്ച് ഇതൊക്കെ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു ഹദീസിൽ കാണാം, തബ്ലുഗുൽ ഹില്യത്തു മിനൽ മുഅ്മിനി ഹൈസു യബ്ലുഗുൽ വുദൂഉ. ഒരാൾ വുദുവെടുത്ത ഭാഗം അത്രയും, എത്രയാണോ അയാൾ വുദുവെടുത്തത്, ആ വുദുവെടുത്ത ഭാഗം അത്രയും അദ്ദേഹത്തിനുള്ള ആഭരണങ്ങൾ ഉണ്ടാകും എന്ന് ഹദീസുകളിൽ വന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രവുമല്ല, വലിബാസുഹും ഫിഹാ ഹരീർ, അവരുടെ വസ്ത്രം അത് പട്ടായിരിക്കും, അവർക്കുള്ള വസ്ത്രം പട്ടായിരിക്കുമെന്ന് അള്ളാഹ് പറയുകയാണ്. അപ്പോൾ പട്ടാണ് അവിടുത്തെ വസ്ത്രമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അത് നമുക്ക് പാടില്ല എന്ന് പറഞ്ഞു. പുരുഷന്മാർക്ക് പ്രത്യേകം അത് പാടില്ല എന്ന് പറഞ്ഞു. ലാ തൽബസുൽ ഹരീറ, നിങ്ങൾ ഹരീർ ധരിക്കരുത്. ഫഇന്നഹു മൻ ലബിസഹു ഫിദ് ദുനിയ ലം യൽബസുഹു ഫിൽ ആഖിറതി. ആരെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് ആ പട്ടുപയോഗിച്ച് കഴിഞ്ഞാൽ അവന് ആഖിറത്തിൽ അത് ധരിപ്പിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തൽബസുൽ ഹരീറ വല ദീബാജ വലാ തശ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദത്തി. നിങ്ങൾ സ്വർണത്തിൻ്റെ പാത്രത്തിൽ കഴിക്കരുത്, നിങ്ങൾ വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കരുത്, കഴിക്കരുത്. വലാ തഅകുലു ഫി സിഹാഫിഹാ ഫഇന്നഹാ ലഹും ഫിദ്ദുനിയ. അത് അവർക്ക് ഈ ദുനിയാവിലുള്ളതാണ്. കാഫിരീങ്ങളായ ആളുകൾക്ക് ദുനിയാവിലുള്ളതാണ്, സത്യനിഷേധികൾക്ക് ദുനിയാവിലുള്ള അനുഗ്രഹമാകുന്നു അത്. വലനാ ഫിൽ ആഖിറ, മുഅ്മിനീങ്ങൾക്ക് അത് നൽകപ്പെടുന്നത്, നമുക്കത് അനുവദിക്കപ്പെടുന്നത് സ്വർഗത്തിലാണ്, ആഖിറത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വിശദീകരിച്ച ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നിവിടെ ആളുകൾ ഏറ്റവും നല്ല അനുഗ്രഹമായി പറയുന്ന, കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല പുഴകൾ ഒഴുകുന്ന, ആ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ, നല്ല തോപ്പുകൾ, മരങ്ങൾ, അതുപോലെ തന്നെ നല്ല കാലാവസ്ഥകൾ, ഇതൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. ആളുകൾ അതിനുവേണ്ടി സഞ്ചരിക്കാറുണ്ട്, അതിനുവേണ്ടി വ്യത്യസ്തമായ നാടുകളിൽ പോകാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അതൊക്കെ വലിയ അനുഗ്രഹമായി, അതൊക്കെ വലിയ സുഖമായി, സൗകര്യമായി ആളുകൾ കാണുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ വിശ്വാസികളായിക്കൊള്ളുക, അമലു സ്വാലിഹാത്ത് എടുക്കുന്ന ആളുകളായിക്കൊള്ളുക. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതിനേക്കാൾ ഉഷാറായ വളരെ നല്ല ഒരു സ്വർഗത്തോപ്പ് നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്. ആ സ്വർഗത്തോപ്പിനെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായി പണിയെടുത്തുകൊള്ളുക. അവിടെ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ, മുത്തുകൊണ്ടും സ്വർണം കൊണ്ടും ഒക്കെയുള്ള വളകൾ നിങ്ങൾ ധരിപ്പിക്കപ്പെടും. എത്ര വലിയ ആഭരണവും നിങ്ങൾക്ക് ലഭിക്കുന്ന, എല്ലാ സൗകര്യവും ലഭിക്കുന്ന ഒരു സ്വർഗം നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, വലിബാസുഹും ഫീഹാ ഹരീർ, പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ ധരിക്കുന്ന എല്ലാ വസ്ത്രവും പട്ടിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പട്ടിൻ്റെ വസ്ത്രമുണ്ടാകും, പട്ടിൻ്റെ എല്ലാ നിരക്കുമുള്ള സൗകര്യം അവിടെ ഉണ്ടാകും എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ലു അൻ, നമ്മുടെ ഖുർആനൊക്കെ ലു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അലിഫിട്ടുകൊണ്ട് അംസ ഇട്ടുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു ഖിറാഅത്തിലുള്ളത് വലു ഇൻ എന്നാണ്. കസ്റു കൊണ്ട് ഓതിയ ആളുകളും ഉണ്ട്. ലു ഇൻ, ലു എന്നാണ് നമ്മുടെ ഖുർആനിൽ നമ്മൾ കാണുന്നത്, മിൻ ദഹബിൻ വലു ആ. എന്നാൽ ചില ഖിറാഅത്തുകളിൽ, ചില ഓത്തുകളിൽ ലു ഇൻ എന്ന് കസ്റട്ട് കൊണ്ട് കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. വഹുദു ഇല തയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ് വഹുദു ഇല തയ്യിബി മിനൽ ഖൗൽ. ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല തയ്യിബായ നല്ല വാക്കിലേക്ക് അവർക്ക് ഹിദായത്ത് ലഭിച്ചു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി നടത്തി. വഹുദു ഇല സിറാത്തിൽ ഹമീദ്, അതുപോലെ തന്നെ സുത്തിർഹമായ വഴിയിലേക്ക് അവർ വഴി നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ
അവിടെ ഹുദൂ ഇല തയ്യിബ് മിനൽ ഖൗലി, ഏറ്റവും നല്ല വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം പണ്ഡിതന്മാർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഈ ദുനിയാവിൽ വെച്ച് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവരുണ്ട്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ആ തൗഹീദിൻ്റെ വാചകമാണ് ഏറ്റവും നല്ല വാചകം. അതിലേക്ക് വഴിനടത്തപ്പെട്ടവരാണ് ദുനിയാവിൽ വെച്ച് ഈ ആളുകൾ. വഹുദൂ ഇല തയ്യിബി മിനൽ ഖൗലി, ഏറ്റവും നല്ല വാക്കിലേക്ക് വഴിനടത്തപ്പെട്ടവരാകുന്നു ഈ ആളുകൾ. മാത്രവുമല്ല വഹുദൂ ഇലാ സിറാത്തിൽ ഹമീദ്, ഏറ്റവും സുത്യർഹമായ വഴിയിലേക്ക് വഴിനടത്തപ്പെട്ടവരുമാകുന്നു ഈ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറയുകയാണ്. അതായത് മുഅ്മിനീങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചത്, ഈ ദുനിയാവിൽ അവർക്ക് ലഭിച്ച ആ ഹിദായത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ആ ഒരു അവസ്ഥ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്ലാമാകുന്ന വഴിയിൽ അവർക്ക് സഞ്ചരിക്കുവാൻ കിട്ടിയ ആ ഒരു അവസ്ഥ, അതിനേക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പ്രയോഗമുള്ളത്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു സിറാത്തുൽ ഹമീദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ദീനുൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവർക്ക് വഴിനടക്കാൻ പറ്റി എന്നതാകുന്നു. അതുപോലെ തന്നെ വഹുദൂ ഇല തയ്യിബ് മിനൽ ഖൗൽ, നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് വഴിനടക്കാൻ അവർക്ക് പറ്റി എന്നതാണ്. അപ്പോൾ ഈ ലോകത്ത് ഒരാൾക്ക് പറയാവുന്ന ഏറ്റവും നല്ല വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹനായിട്ടുള്ളവൻ, മറ്റാരുമില്ല എന്ന വാചകമാകുന്നു. ആ വാചകത്തിലേക്ക് അതിലേക്ക് വഴിനടത്തപ്പെട്ടവരാകുന്നു, അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുത്തവരാകുന്നു ഈ ആളുകൾ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിൽ മുന്നോട്ട് പോകാൻ, അതിൽ ജീവിക്കാൻ അവസരം കിട്ടിയവരാകുന്നു ഇവർ എന്ന് വിശദീകരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ആഖിറത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ആഖിറത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. നാളെ സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല വാക്കുകൾ അവിടെ കേൾക്കാം. അതുപോലെ തന്നെ നല്ല വാക്കുകൾ അവർക്ക് പറയാനുള്ള അവസരം ഇൽഹാമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവർ ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബറും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല വാചകങ്ങൾ അവർക്ക് പറയാൻ ഇൽഹാമു ലഭിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും സിറാത്തുൽ ഹമീദ്, സുത്യർഹമായ സിറാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആഖിറത്തിലെ സിറാത്താണ് എന്നും പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതാണ്. ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അതിനോട് സാമീപ്യപ്പെടുത്തിക്കൊണ്ടാണ് പലതും വിശദീകരിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിലാണ്. ഈ ദുനിയാവിൽ അനുഭവിക്കാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെയും കൽബ് കൊണ്ട് ചിന്തിച്ചെത്താൻ കഴിയാത്ത രീതിയിലാണ് സ്വർഗത്തിൻ്റെ വിഭാവനമുള്ളത്. അത് നമുക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത ആ സ്വർഗമാണ് ഈ വിശദീകരിക്കപ്പെട്ടത്. അടിയിലൂടെ പുഴയൊഴുകുന്ന എങ്ങനെയെന്ന് നമുക്കറിയില്ല. ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ പുൽകുവാൻ, അതിനെ നേടിയെടുക്കുവാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക എന്നതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തോടു കൂടെയും അമൽ സ്വാലിഹാത്തുകൾ എടുത്തുകൊണ്ടും ജീവിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്ത് ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രി جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير وهدوا إلى الطيب من القول وهدوا إلى صراط الحميد
വഹദാ വല്ലാഹു അലൈഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.